വീഡിയോ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്നൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും ജോളിയമ്മയും കൂടി ഒരാളെ കാണാൻ പോകുന്ന വീഡിയോ ആണ് കേട്ടോ. അളവില്ലാത്ത സ്നേഹത്തിൻ്റെ ഒരു ഉറവിടത്തെ കാണാനാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അന്തരീക്ഷം വളരെ മോശമായിരുന്നു. ഇപ്പം പെയ്യോ എന്ന് പറഞ്ഞ പോലെയാണ് മഴ നിന്നുകൊണ്ടിരുന്നത് കേട്ടോ. ഞങ്ങൾ ഓട്ടോക്കാരന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. ആൾ ഇതുവരെ വന്നിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഷാഡോയും ഇതുപോലെ തന്നെ അന്തരീക്ഷം മാറുന്നു നോക്കിയിരുന്നു. ഇതാ പറഞ്ഞു തീർന്നില്ല, അടിപൊളി മഴയായിരുന്നു കേട്ടോ. ഒത്തിരി നേരം ആ മഴ ഇങ്ങനെ ശക്തിയായിട്ട് പെയ്തുകൊണ്ടേയിരുന്നു. അപ്പം അപ്പോഴും ഞങ്ങളുടെ കാത്തിരിപ്പ് അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ ഓട്ടോക്കാരൻ വന്നിട്ടില്ലായിരുന്നു. എങ്ങോട്ടേലും ഇറങ്ങുമ്പോഴത്തേനും ഇതുപോലെ മഴ പെയ്യുന്ന എന്ത് ഡിസ്റ്റർബിങ് ആയിട്ടുള്ള കാര്യമല്ലേ. ഞാൻ മുന്നേ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവം, ഒരു പ്രതിഭാസമാണ് ഈ മഴ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, മേത്ത് ഇങ്ങനെ വെള്ളമൊക്കെ പറ്റി ചൊറിയുന്നതുകൊണ്ടല്ല, അതൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ഓട്ടോക്കാരൻ ചേട്ടൻ വന്നു. നമ്മുടെ വീടിൻ്റെ ഇപ്പുറത്തെ വീട്ടിലെ ചേട്ടനാണ് കേട്ടോ. അപ്പം ഈ കാണുന്ന ആളാണ് ഷിനി ചേച്ചി. ഇതൊരു വൻ താരം തന്നെയാണ് കേട്ടോ. നമ്മൾ എപ്പോൾ ചെന്നാലും ഷിനി ചേച്ചീനെ നമ്മൾ വിളിക്കാതെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഷിനി ചേച്ചി നമ്മളെ ഇട്ടേക്ക ത്തില്ല. അപ്പം ഈ കാണുന്ന ചെടിയിലെ ഇത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഷിനി ചേച്ചിയാണ് എനിക്ക് തന്നതും. പക്ഷേ അതെന്തോ നിർഭാഗ്യവശാൽ അത് കിളുത്തില്ല. അപ്പം ജോളിയമ്മ വന്നു. ഷിനി ചേച്ചിന് ഞാൻ കള്ളം പറഞ്ഞായിരുന്നു ജോളിയമ്മ ഇല്ല എന്നുള്ള കാര്യം. അങ്ങനെ നമ്മൾ ഫൈനലി മീറ്റ് ചെയ്തു കേട്ടോ. ആൻറ്റിയാണ് ബീട്രൂട്ട് അരിയുന്നത്. അമ്മച്ചി ഞാൻ പറഞ്ഞത് നിങ്ങൾ തന്നെ നോക്കിക്കേ, എന്ത് നല്ല സ്നേഹമുള്ള ചിരിയാണല്ലേ. അങ്ങനെ ഞങ്ങൾ സ്നേഹപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞു. അമ്മച്ചി അവിടെ മീൻകറിയൊക്കെ വെക്കുന്ന തിരക്കിലായിരുന്നേ. മോളും കൊച്ചുമോളും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേനെ അങ്ങനെയാണല്ലോ അല്ലേ. ഇങ്ങനെ വീട്ടിലെ കാരണവന്മാർക്കാർക്കും ആയിരിക്കും അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ, ഇന്നത് കൊടുക്കണ്ടേ എന്നൊക്കെ തോന്നുന്നു. അപ്പം ഞാൻ അടുക്കളയിലോട്ട് ചെന്നപ്പോഴേ വാ നമുക്ക് അവിടെ ഇരുന്ന് വർത്താനം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു കേട്ടോ. ഇത് ഒത്തിരി നാൾ മുന്നത്തെ വീഡിയോ ആയിരുന്നേ. അപ്പോൾ ഈ കാണുന്ന ചെടി കണ്ടോ, ഇത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഈ ചെടി പറിച്ചു വെക്കുന്ന വീഡിയോ ആണ്. 14,000 പേര് കണ്ട വീഡിയോ. അപ്പം ആൻറ്റിയാണ് എനിക്ക് പറഞ്ഞു തന്നത്, ഇങ്ങനെ ഒരു ചെടി ഇവിടെ നിൽപ്പുണ്ട്, കുഞ്ഞച്ചി അത് കുഴിച്ചു വെച്ചായിരുന്നു, ചെടിയാണോ എന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. കാട്ടിൽ നിന്നതാണെന്ന് വരെ പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതെങ്ങനെ ശരിയാവും കാട്ടിൽ നിൽക്കുന്നത് എന്നൊരു രീതിയിലായിരുന്നു എൻ്റെ ഒരു റിയാക്ഷൻ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് പൊക്കണം. അപ്പം ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി ഇത് ഞാൻ കൊണ്ടുപോകും കേട്ടോ. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി പ്ലാന്റ് പറിക്കണം എന്നുള്ള രീതിക്കാണ് പോയത്. അപ്പം നമ്മുടെ കുഞ്ഞച്ചാണ് കേട്ടോ അതെല്ലാം നമുക്ക് പറിച്ചു തന്നത്. അവിടെ 2 കുഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും ജോളിയമ്മയും കൂടി അടുത്ത ഓട്ടോ പിടിച്ച് യാത്രയായി. ഇനി എൻ്റെ മുന്നിലത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്, നമുക്ക് വലിയ ചെടിച്ചട്ടികൾ വേണമായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്നത് കുഞ്ഞു ചെടിച്ചട്ടിയാണ്. അപ്പം ഞാൻ അങ്ങനെ ചെടിച്ചട്ടി തപ്പി പോയപ്പോഴത്തേന് ഇതുപോലെ എല്ലുപൊടിയും കൂടി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടുന്ന് വന്നു. അടുത്ത വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ ചെടിച്ചട്ടി വേണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് അടുത്ത ട്രിപ്പ് ചെടിച്ചട്ടി വാങ്ങാൻ പോയതാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു വേസ്റ്റ് ബിന്നാണ് കേട്ടോ. അതിനെ ഞാൻ ചെടിച്ചട്ടിയാക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് രീതിയിലും നമുക്ക് ഉപയോഗിക്കാമല്ലോ, നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അത് അതിൻ്റെ തുളയൊക്കെ ഇട്ട് പിന്നെ നമ്മുടെ ചെടിക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളെല്ലാം കൂടി ഞാൻ ആ എല്ലുപൊടി നമ്മുടെ മണ്ണിൽ മിക്സ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പം ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഞാനതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെടികൾ ഓരോന്ന് വീതം കുഴിച്ച് വെക്കാൻ തുടങ്ങുമായിരുന്നേ. ഉള്ളത് പറയാമല്ലോ, എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നൊരു വീഡിയോ ആണ്. ഒരു ദിവസമായിരുന്നു അന്നെന്ന് പറയുന്നത്. അതായത് നമ്മൾ കാട്ടിൽ നിൽക്കുന്ന ഒരാളെ കണ്ടുപിടിക്കുന്നു, അതിന് നമ്മൾ എടുത്തുകൊണ്ട് വരുന്നു, കുഴിച്ചു വെക്കുന്നു. ഇപ്പം നിങ്ങൾ കാണുന്ന ഇത്രയും വൃത്തികേടായിട്ടുള്ള സ്ഥലമല്ല കേട്ടോ ഇപ്പം കാണുന്നത്. അന്ന് കുഴിച്ചു വെച്ച് കഴിയുമ്പോഴത്തേനും ഇതിങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസിനെ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.